ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കോവയ്ക്ക ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. കുറേ ദിവസമായിട്ട് എനിക്ക് പനി പിടിച്ച് ഉപ്പാടിളകി കിടക്കരുത് ഗൈസ്. പനി ഷർദിലൊക്കെ ആയിട്ട് ഫുൾ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നത് വിശേഷങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് പിന്നെ പറയാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക ഫ്രൈ ആയിട്ടാണ്. കോവയ്ക്ക ഭയങ്കര തിന്നായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് കായാണ് കേട്ടോ. ആവശ്യത്തിന് ഇത്തിരി കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കായം, ഒരു പിഞ്ച് മാത്രം നമുക്ക് കായം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണിത്. അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കാം. അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ വെക്കുന്നില്ല. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പാൻ ചൂടായതിന് ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിക്കണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്ത് വേണം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾക്ക് കുറച്ചായിട്ട് ഈ കോവയ്ക്ക നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പിലേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ബ്രൗൺ കളറായപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.